ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. താനാളൂർ പഞ്ചായത്തിനെതിരെ CPM നടത്തുന്ന പ്രചരണങ്ങൾ പാടെ തള്ളി UDF. CPMന്റെ ആരോപണങ്ങൾ പൊതുസമൂഹം പരിഹാസത്തോടെയാണ് കാണുന്നതെന്നും UDF ഭരണസമിതി. വാസ്തവ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗ്രാമപഞ്ചായത്തിലെ CPM അംഗങ്ങൾ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് UDF ജനപ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുന്നണിയിലെ 5 മെമ്പർമാർ ഒരു പത്രസമ്മേളനം വിളിക്കുകയും ആ പത്രസമ്മേളനത്തിൽ തികച്ചും യാതൊരുവിധ അടിസ്ഥാനപരമായ സത്യവുമില്ലാതെ ചില വസ്തുതകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് വട്ടത്താണി ഭാഗത്തെ ബസ് ബേയുടെ മണ്ണ് പരിശോധന തുടങ്ങിയ കാര്യങ്ങൾ നടത്തി അതിന് അനുമതി നൽകാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്നാണ്. അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ വശം എന്താണ്? 2022 അതിന്റെ ഡോക്യുമെന്റിന്റെ പകർപ്പാണ്. 2022 പഞ്ചായത്തിന് അനുവദിച്ച് കിട്ടിയ ഭൂമിയാണ്. ഏതാണ്ട് 4 വർഷത്തോളമായി പഞ്ചായത്തിന് ആലിക്കുട്ടി ഹാജി എന്ന് പറയുന്നവരുടെ കുടുംബം അനുവദിച്ച് നൽകിയ ഭൂമിയാണ്. 4 വർഷത്തോളമായി. ഈ 4 വർഷത്തോളം ആ പ്രസ്തുത ഭൂമിയിൽ ഒരു നടപടികളും എടുക്കാതെ, ഒരു പ്രോജക്റ്റും വെക്കാതെ ആ ഭൂമി നൽകിയ ആളുകളോട് CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി കാണിച്ച നെറികേടിന്റെ മറ്റൊരു വശമാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കണ്ടത്. വട്ടത്താണി പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ബസ് ബേ എന്ന് പറയുമ്പോൾ വട്ടത്താണി പടിഞ്ഞാറ് ഭാഗം ബസ് സർവീസ് ഇല്ലാത്ത മേഖലയാണ്. ആലിഞ്ചോട് റോഡ്, വട്ടത്താണിയുടെ പടിഞ്ഞാറ്, റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗം, അതിലൂടെ ബസ് സർവീസ് ഇല്ല. അവിടെ ഒരു ബസ് ബേ എന്ന് പറയുന്ന ഒരു ഡെഡ് അസറ്റ് പ്രൊജക്ട് ഇവര് വെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോ 4 വർഷമായി ഭൂമി അനുവദിച്ച് കിട്ടിയിട്ടും ഒരു പ്രോജക്റ്റ് പോലും വെക്കാൻ തയ്യാറാകാത്ത ഭരണസമിതി ജനങ്ങളോട് കൊഞ്ഞനം കുത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അവിടെ ഒരു ബസ് സർവീസിന് സാധ്യതയില്ലാത്ത, ബസ് ഓടാൻ സൗകര്യമില്ലാത്ത റോഡുകളുള്ള ആ മേഖലയിൽ ഒരു ബസ് ബേയും ഷോപ്പിംഗ് കോംപ്ലക്സും. ഇത് ഒരു ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്ത് കിടക്കുന്ന ഒരു മേഖലയാണ്. 2022 രജിസ്ട്രേഷനാണ്. ഇനി ബസ് ബേയുടെ കാര്യം, അവിടെ ഞങ്ങൾ കുറച്ച് പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ പുതിയ ഭരണസമിതി, നമ്മളുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബീവി അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ ബജറ്റാണ്. ആരോഗ്യ മേഖലക്കും കൃഷിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും ശുചിത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ബജറ്റ്. ഞങ്ങൾ വെച്ച പ്രോജക്റ്റുകൾ 213 പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ ഈ ജനോപകാരപ്രദമായ സമഗ്ര വികസനം, സുസ്ഥിര വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുതിയ ഭരണസമിതി 22 വർഷം ഭരിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്ത പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചതിന്റെ പ്രശ്നമാണ് അവർ അവതരിപ്പിച്ചത്. ഇതിന്റെ മറ്റൊരു വശം കൂടി പറയാം. 3/3/2026 അതായത് മിനിയാന്ന് താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മീറ്റിംഗിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ പ്രോജക്റ്റ് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ലിസ്റ്റ് അംഗീകരിച്ചു. ഒരു പ്രതിഷേധം അവർ അറിയിച്ചിട്ടില്ല, ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിട്ടില്ല, ഒരു വിയോജന കുറിപ്പ് എഴുതിയിട്ടില്ല മീറ്റിംഗിൽ. അത് കഴിഞ്ഞ് ഇറങ്ങിയ മെമ്പർമാരാണ് പത്രസമ്മേളനം വിളിച്ചു കണ്ട് ഭരണസമിതി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു. 22 വർഷം താനാളൂർ പഞ്ചായത്ത് ഭരിച്ചിട്ടും ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ 2 മാസം തികയുന്ന ഒരു ഭരണസമിതി ചെയ്തില്ലെന്ന് പറഞ്ഞ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് താനാളൂരിലെ പൊതുസമൂഹം പരിഹാസത്തോടെ തള്ളിക്കളയുമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VPO അസ്കർ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് കെ ഫാത്തിമ ബീവി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കുഞ്ഞിപ്പ തെയ്യമ്പാടി, കെ സൽമത്ത്, TK നസീർ, അംഗങ്ങളായ NP ഋഷികേഷ്, TP മൊയ്നുദ്ദീൻ, MP അസ്ലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 താനൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.